അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ഫിഷറീസിൽ നിന്ന് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ആ മീൻ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, എവിടെ ഇടണം എന്നൊക്കെ അറിയാതിരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നൊരു ഫിഷ് ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വലയൊക്കെ ഇട്ട് നല്ല പായലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 4 കവറോളം മേടിച്ചത്. എന്തോരം വരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിനെ ഞാനൊന്ന് കാണിച്ചു തരാം. കട്ടള, രോഹു എന്നീ മീൻ കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയത്. നമ്മളപ്പോൾ ഇതിനെ വളർത്താൻ തീരുമാനിച്ച് ഇങ്ങനെ ടാങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വലുതാകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഒരു വലിയ കുളത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഈ മീൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളവരെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ടാങ്കിൽ പണ്ടുണ്ടായിരുന്ന കുറച്ച് മീനുകളെയൊക്കെ പൊന്മാനും കൊക്കുമൊക്കെ പിടിച്ചതിൽ തുടർന്ന് നമ്മൾ ഇതുങ്ങളെ ഇപ്രാവശ്യം വലയിലാണ് ഇട്ടിരിക്കുന്നത്, വലയ്ക്കുള്ളിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ പുറമെ നല്ല രീതിക്ക് വല ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ചേ നിറഞ്ഞിട്ടുള്ളൂ, ബാക്കി നിറയാനാണ് നമ്മളുടെ വെള്ളം ഓസ് വെച്ചിട്ടിരിക്കുന്നത്. ഓസിൽ നിന്ന് പായൽ വരുന്ന കാരണം തുണി ഇട്ട് സെറ്റ് ചെയ്തേക്കുവാണിപ്പോൾ. ടാങ്കിലിപ്പോൾ നമ്മൾ ഇത്രയും പായലേ ഇട്ടിട്ടുള്ളൂ. ബാക്കി പായൽ പയ്യെ പിടിച്ച് വളർന്നു വരുന്നതാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കും ഫുഡ് ഇട്ട് കൊടുക്കുക. ബാക്കി ചുറ്റും നമ്മളുടെ പായൽ പടർന്നു പിടിക്കും. ടാങ്കിന് ചുറ്റും അലങ്കാരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, നീലക്കൊടുവേലി എന്ന് പറയുന്നൊരു പൂവാണിത്. നമ്മൾ സൈഡിലായി നന്നായി സെറ്റ് ചെയ്തേക്കുന്നു. ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതൊരു തരം ഒരു ചെടിയാണ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എങ്കിലും നമ്മൾ ഫിഷ് ടാങ്കിന് മുകളിൽ ഇതും അലങ്കാരത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മലയാളികളുടെ ഏവരുടെയും പ്രിയ പുഷ്പം റോസയാണിത്. നിറയെ മുട്ടിട്ട് നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. മീനിനെ ഇതിലേക്ക് ഇടുന്ന വീഡിയോസ് നമ്മൾ എടുക്കാൻ ഓർത്തില്ല. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എടുത്താലോ എന്നുള്ള ഒരു ഐഡിയ വന്നത് മനസ്സിൽ. ഈ വെള്ളം പായലിന് മുകളിൽ വീഴുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്.
അത് കാരണം ഈ പായലിന് മുകളിൽ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വെള്ളം വീണ് കിടക്കുന്നതാണ് നല്ല ഭംഗി. കണ്ടോ, മീനുകളൊക്കെ വളരെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ മീനിന് വേണ്ടി മേടിച്ച ഫുഡാണ്. അത്യാവശ്യം നല്ല രസം കൊണ്ട് കാണാനൊക്കെ നല്ല എന്തോ പൊടി പോലെ ഇരിക്കും. നമ്മൾ സ്പൂണൊക്കെ അകത്തിട്ടിട്ടുണ്ട്. നല്ലൊരു ടിന്ന്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ പൂക്കളിൽ മഴവെള്ളം വീണ് കിടക്കുന്നതാണ് നല്ല ഭംഗി. ഈ മീൻ പകുതി വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ തന്നെ ഈ ചാനലിൽ വരുന്നതാണ്. നമ്മൾ ഈ മീനിനെ പിടിക്കുന്നതും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലിടും. ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.